अस्सलामुअलैकुम। मरा हुआ मुर्दे को अंगार का क्या डर है भाई. മരിച്ചു കിടക്കുന്ന മയ്യത്തിന് തീൻ്റെ എന്ത് പേടിയെന്ന്. ഞാൻ ഇന്നൊരു രസം പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാ. അതായത് ഒമാനികളുടെ കല്യാണവും നമ്മളെ നാട്ടിലെ കല്യാണവും നമ്മളെ നാട്ടിലെ ഒളിച്ചോടലുണ്ടല്ലോ, അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അതായത് ഒമാനികൾ പെൺകുട്ടികളെ കല്യാണം കഴിയണമെങ്കിൽ 30-35 വയസ്സെല്ലാം ആകുന്നുണ്ട്. അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കാര്യമൊന്നുമല്ല കേട്ടാ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആര് എൻ്റെ മകൾക്ക് ഏറ്റവും കൂടുതൽ മഹർ തരുന്നത് അവർക്കാണ് കെട്ടിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് 30-35 വയസ്സിലേക്ക് എത്തും. ഒരു 10-25 കൊല്ലം മുമ്പുള്ള സംഗതിയാണ് ഞാനീ പറയുന്നത്. ഇന്നത്തെ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇന്നൊക്കെ കാലം മാറി, എല്ലാം മുഞ്ചിലായി. ഓക്കെ. അപ്പോൾ ഈ കെട്ടുന്നവൻ്റെ ഒരവസ്ഥ, ഇവന് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിക്ക് കയറും, അവിടെ നിന്ന് ശമ്പളത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കും. അങ്ങനെ ഈ ശമ്പളത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി ബാങ്കിൽ വെച്ചിട്ട് ഒരു 10-50 ലക്ഷം ഉറുപ്പ്യ കടം മേടിക്കും. മാസം അതിങ്ങനെ അവിടെ നിന്ന് തന്നെ കട്ടായിട്ട് അങ്ങനെ പോകും. അങ്ങനെ ഇരിക്കെ ഓൻ കാലാകാലം മരിക്കുന്നത് വരെ കെട്ടാനേ ഉണ്ടാവും കേട്ടോ. കാരണം അതിൽ ചിലവും കഴിയണോ. അതുമാത്രമല്ല, നാട്ടുകാർക്ക് തേച്ചും കല്യാണം സദ്യയും കൊടുക്കണോ, 10-50 ലക്ഷം ഉറുപ്പ്യ ഉപ്പാക്കും കൊടുക്കണം. ശരിക്കും 1 കോടി ഉറുപ്പ്യോളം ഓൻ കടക്കാരനാകുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നത്, പിന്നെ ഓക്ക് ജോലി ഉണ്ടെങ്കിൽ ഓളോ ശമ്പളം ഇതിൽ കട്ടായിട്ട് അങ്ങ് പോകും. ഇവന് സഹായിക്കുമല്ലോ, ഭാര്യ ഭർത്താവ് എന്നല്ലുള്ള. അപ്പോൾ ഇവളൊന്ന് ശ്വാസം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10-15 കൊല്ലം കഴിയും. അപ്പോഴത്തേക്ക് ഓക്ക് ഒരു 10-50 വയസ്സാവും. കാരണം കല്യാണം കഴിഞ്ഞ് വന്ന് ഒരു 4-5-6 മക്കളെല്ലാം ഇങ്ങനെ ആയി. അപ്പോൾ ശരിക്കും ശ്വാസം വിടുമ്പോൾ ഇവൾ ഒരു 10-40 വയസ്സിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, വേറൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഈ 30 വയസ്സുള്ള പെണ്ണിനെ 30 വയസ്സുള്ളവൻ തന്നെയാണ് ഈ കല്യാണം കഴിക്കുന്നത്. മനസ്സിലായാ? നമ്മളെ നാട്ടിലെ പോലെ 10 വർഷം ഡിഫറൻസൊക്കെ 10-25 കൊല്ലം മുമ്പ് 10 വർഷമൊക്കെ ഡിഫറൻസിലാണ് കല്യാണം കഴിക്കുക. ആണിന് 30 ആണെങ്കിൽ പെണ്ണിന് 20, അപ്പോൾ ആണിന് 25 ആണെങ്കിൽ പെണ്ണിന് 15 എന്നെല്ലാം പറഞ്ഞിട്ടാണല്ലോ കല്യാണം. നമ്മളെ 10-25 കൊല്ലം മുമ്പുള്ള കഥയാണ് ഞാനീ പറയുന്നത് കേട്ടോ, ഇന്നത്തെ അല്ല. അപ്പോൾ അങ്ങനെ ഒമാൻ അറബ് രാജ്യത്തിലുള്ള സ്ത്രീകൾ ഒന്ന് ശ്വാസം വിടുമ്പോഴേക്ക് അവർക്കൊരു 50 വയസ്സാവും. മനസ്സിലായാ? അപ്പോഴത്തേക്ക് അവിടെയുള്ള ജിബിനും കുബൂസും തിന്ന് തടിച്ച് നടക്കാനും കഴിയില്ല, ഇരിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിൽ പെണ്ണുങ്ങളാകുന്നുണ്ട്. ഞങ്ങളെ നാട്ടിലതല്ല. നമ്മളെ നാട്ടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 10-30 വയസ്സാകുമ്പോഴേക്ക് പെണ്ണ് ഞാനടാ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞ്. എന്നേരം ഇവനിക്ക് എത്രയായിരിക്കും വയസ്സ്? 40 വയസ്സായിരിക്കും. ഓൻ ഓടിയ ഓട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് 10 സെൻറ്റ് സ്ഥലം എടുക്കണോ, പുരവെക്കണോ. ആ ഓട്ടത്തിൽ ഓൻ്റെ ശാരീരികപരമായിട്ടും ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള തളർന്ന് അവശനായിട്ട് നിൽക്കുന്നുണ്ടാവും. പിന്നെയോ മക്കളെ കല്യാണം കഴിപ്പിക്കേണ്ട സമയവും എത്തി. മോളാണെങ്കിൽ മോളെ കല്യാണം കഴിപ്പിക്കണ്ടേ. പിന്നെയും അവന് ഗൾഫിലേക്കാ എവിടെയെങ്കിലും നാട് വിട്ടിട്ട് പോയിട്ട് അതിൻ്റെ ബേക്കിലാണ് അവനുണ്ടാകുക. എന്നേരമാണ് ഇവിടെ ഭാര്യ ഞാനടാ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അള്ളാ പടച്ചോൻ കാക്കട്ടെ അങ്ങനത്തെ ഉള്ളൊരു നാട് ജീവിതം. അല്ലാഹ് കരീം. ഞാനൊരു പാട്ട് പാടട്ടെ. ദേഷ്യം തോന്നേണ്ട ഒരു പാട്ടങ്ങ് ക്ഷമിച്ചാളാ. രാമയ്യ വസ്താവയ്യ मैंने दिल तुझको दिया दुनिया वो ही दुनिया वाले वो ही कोई क्या जाने किसका जान लुट गया मेरी आंखों मेरे हैं कौन जो मुझसे कहे मैंने दिल तुझको दिया याद आती रहे दिल दुखाती रहे अपना मन को मनाने ना
ना आया हमें, अपना मन को मनाने ना आया हमें। रास्ता वही और मुसाफिर वही, रास्ता वही और मुसाफिर वही, एक तारा ने ना जाने कहाँ छुप गया, एक तारा ने ना जाने कहाँ छुप गया। रामैया उस्तावैया, रामैया उस्तावैया, मैंने दिल तुझको दिया, मैंने दिल तुझको दिया. APJ അബ്ദുൽ കലാം എപ്പം ജനിച്ച്, ഗാന്ധിജി എപ്പം ജനിച്ച്, APJ അബ്ദുൽ കലാം എപ്പം മരിച്ച്, ഗാന്ധിജി എപ്പം മരിച്ച് എന്നുള്ളതല്ല പ്രസക്തി. APJ അബ്ദുൽ കലാമും ഗാന്ധിജിയും ഒക്കെ ഞങ്ങൾക്ക് തന്ന മെസ്സേജ് ഉണ്ടല്ലോ, അതാണ് പ്രസക്തി. ആ മെസ്സേജാണ് സ്കൂളിൽ മക്കളെ ടീച്ചേഴ്സ് പഠിപ്പിക്കേണ്ടത്. APJ അബ്ദുൽ കലാം എപ്പോഴോ ജനിച്ചോട്ടെ, എപ്പോഴോ മരിച്ചോട്ടെ, അതിലെന്ത് പ്രസക്തി? നോട്ട് എ പ്രസക്തി. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, APJ അബ്ദുൽ കലാം ഒരു വാക്ക് പറഞ്ഞതിന്, നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ചെയ്യുന്നു. മനസ്സിലായില്ലേ? നമ്മളെ ടാറ്റൻ്റെ മുതലാളി ഒരു വാക്ക് പറഞ്ഞത്, അതായത് നീ നിന്നെ ഒരു വർഷം സ്നേഹിച്ചാൽ പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടവരുടെ ജീവിതത്തിൽ ഇന്ന് വിജയത്തോട് വിജയമാണ്. അസ്സലാമു അലൈക്കും. മറാവുക മുർദായ്യാർ അങ്കാർ കക്കാടരെ. പോകുന്നതിന് മുമ്പ് 4 ഡയലോഗെല്ലാം പറഞ്ഞിട്ട് പോകാം. എല്ലാം കൊണ്ടും പോകാൻ വിധിച്ചവനാണ് ഞാനെന്ന് ഉറപ്പിച്ചു. ഞാൻ ഇടക്കിടക്കെല്ലാം ഇങ്ങനെ വേദനിക്കും. അപ്പോൾ ആ പോകുന്നതിന് മുമ്പ് 4 വാക്ക് പറഞ്ഞിട്ട് എപ്പെങ്കിലും ഒരു സ്നേഹിച്ച് എന്തെങ്കിലും ഒരു കാരണവശാൽ സ്നേഹിക്കപ്പെട്ട ആൾക്ക് നമ്മളൊന്ന് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കാണാമല്ലോ. ഞങ്ങൾ പോയാലും സാധനയുടെ ബാക്കിയാകുമല്ലോ. ഗുഡ് ബൈ. ബോറടിച്ചിട്ടുണ്ടെങ്കിൽ സം ഓനി.